എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ ശേഖരത്തിൽ നിന്നുള്ള ഫിഗ് ട്രീ ബോൺസായിയെ പരിചയപ്പെടാം. പേരത്ര പരിചയമില്ലെങ്കിലും ഈ ചെടി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും അലങ്കാര ചെടിയായും ലാൻഡ്സ്കേപ്പിങ്ങിനുമെല്ലാം ഇത് ഉപയോഗിച്ച് കാണാറുണ്ട്. കാർമോണ റെറ്റ്യൂസ എന്നാണ് ഈ ചെടിയുടെ ബൊട്ടാണിക്കൽ നെയിം. ഏഷ്യയുടെ തെക്ക് കിഴക്കൻ ഭാഗങ്ങളിലാണ് ഈ ചെടി സാധാരണയായി കണ്ടുവരാറുള്ളത്. ചൈനയിലെ ഫുക്യൻ അല്ലെങ്കിൽ പെൻജിങ് എന്ന പ്രദേശമാണ് ഈ മരത്തിൻ്റെ ജന്മസ്ഥലം എന്ന് കരുതപ്പെടുന്നു. സാധാരണയായി 4 മുതൽ 6 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന മരമാണിത്. ഇൻഡോർ പ്ലാന്റ് എന്ന രീതിയിൽ ബാൽക്കണിയിലും അതുപോലെ തന്നെ വീടിനുള്ളിലും നമുക്ക് ഈ ചെടി വളർത്താം. അല്പമെങ്കിലും സൂര്യപ്രകാശം ലഭിക്കുന്ന ഏതു സ്ഥലത്തും നന്നായി വളരാൻ ഈ ചെടിക്ക് സാധിക്കും. ഒരു ഔഷധ സസ്യമായതിനാൽ പല സ്ഥലങ്ങളിലും ഈ മരത്തിൻ്റെ തൊലിയും കായ്കളും മരുന്നായി ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇലയും കായ്കളും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഹെർബൽ ടീ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു. ഇനി ഫിഗ് ട്രീ ബോൺസായി മരത്തെക്കുറിച്ച് പറയാം. ഒരു ബോൺസായി മരത്തിന് വേണ്ടതായ എല്ലാ അടിസ്ഥാന ഘടകങ്ങളും ഒത്തിണങ്ങിയ ഒരു മരമാണ് ഫിഗ് ട്രീ. ബോൺസായി കലാകാരന്മാർക്കിടയിൽ വളരെ പ്രചാരത്തിലുള്ള എവർഗ്രീൻ അല്ലെങ്കിൽ നിത്യഹരിത വിഭാഗത്തിൽപ്പെട്ട ഒരു മരമാണിത്. ഇരുണ്ട പച്ച നിറത്തിൽ തിളക്കമുള്ള ചെറിയ ഇലകളാണ് ഈ മരത്തിനുള്ളത്. മരത്തിന് എത്ര പ്രായമായാലും ഇലകൾക്ക് വലിപ്പ വ്യത്യാസം ഉണ്ടാകുന്നില്ല. ചെറിയ ഇലകൾ ലക്ഷണമൊത്ത ബോൺസായി മരത്തിൻ്റെ പ്രത്യേകതയാണ്. വ്യക്തമായി കാണാൻ സാധിക്കുന്ന തടി അല്ലെങ്കിൽ ട്രങ്കാണ് ഈ ബോൺസായി മരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വർഷം മുഴുവനും ഈ ചെടിയിൽ കാണപ്പെടുന്ന ചെറിയ നക്ഷത്രങ്ങൾ പോലെയുള്ള വെളുത്ത പൂക്കൾ, ചുവന്ന കായ്കൾ എന്നിവയെല്ലാം ഈ ബോൺസായി മരത്തെ ഏറെ ആകർഷകമാക്കുന്നു. അതുപോലെ ഏത് ബോൺസായി സ്റ്റൈലും നമുക്ക് ഈ മരത്തിൽ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഫിഗ് ട്രീ സാവധാനത്തിൽ മാത്രം വളരുന്ന ഒരു മരമാണ്. അതുകൊണ്ട് തന്നെ ബോൺസായിയായി വളർത്തുന്നതിന് ഈ സ്വഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. കമ്പുകൾ മുറിച്ച് നട്ട് നമുക്ക് ഈ മരത്തിൻ്റെ തൈകൾ വളർത്തിയെടുക്കാം. നമ്മുടെ നാട്ടിലെ പ്രധാന നഴ്സറികളിലെല്ലാം തന്നെ ഇതിൻ്റെ തൈകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. ഈ ബോൺസായി മരത്തിൻ്റെ തൈകൾ നടുമ്പോൾ നല്ല നീർവാർച്ചയുള്ള പോട്ടിംഗ് മിക്സ്ചർ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ വെള്ളം കെട്ടിനിന്ന് നമ്മുടെ ചെടി അഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. കൃത്യമായ ഇടവേളകളിൽ പ്രൂണിംഗ് നടത്തി ആവശ്യമില്ലാത്ത ശിഖരങ്ങൾ മുറിച്ചു മാറ്റേണ്ടതാണ്. നമ്മുടെ ബോൺസായി മരത്തിൻ്റെ ആരോഗ്യവും സൗന്ദര്യവും സംരക്ഷിക്കാൻ ഇത് വളരെ അത്യാവശ്യമാണ്. ശിഖരങ്ങൾ നമുക്കിഷ്ടമുള്ള രീതിയിൽ ക്രമീകരിക്കാൻ വയറിംഗ് ചെയ്യാവുന്നതാണ്. ഇതിനായി മൃദുവായ അലൂമിനിയം അല്ലെങ്കിൽ ചെമ്പ് കമ്പികൾ ഉപയോഗിക്കാം. 2-3 വർഷത്തിലൊരിക്കൽ ഈ ബോൺസായി മരം റീപോട്ടിംഗ് നടത്തേണ്ടതാണ്. ഇതിനായി ചട്ടിയിൽ നിന്ന് ചെടി മുഴുവനായി പുറത്തെടുത്ത് 1/3 ഭാഗം വേരുകൾ മുറിച്ചു മാറ്റണം. അതിനുശേഷം പുതിയ പോട്ടിംഗ് മിശ്രിതം ചട്ടിയിൽ നിറച്ച് ബോൺസായി നടാവുന്നതാണ്. അപ്പോഴും നീർവാർച്ചയുള്ള പോട്ടിംഗ് മിക്സ് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ വളരുന്ന മരമായതിനാൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മുടെ ഫിഗ് ട്രീ ബോൺസായിക്ക് ഉണ്ടാവാറില്ല. എങ്കിലും മറ്റ് ബോൺസായി മരങ്ങളെപ്പോലെ തന്നെ കൃത്യമായ പരിചരണം ഇതിനും ആവശ്യമാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു.